ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആത്മാവിനെ അറിയുന്നതും അതിലേക്ക് നടക്കുന്നതും ആത്മീയതയാണ്. ആത്മീയത എന്തെന്ന് നിർവചിക്കുക ലളിതമായ ഒരു കാര്യമല്ല. ആളുകൾ അതിനെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഭൗതിക വസ്തുക്കളെ അന്വേഷിക്കുന്നതിന് മുമ്പ് അർത്ഥം തേടുന്നവരാണ്. ഒരു നല്ല മനുഷ്യന്റെ സ്വാഭാവിക ജീവിതം തന്നെയാണ് ആത്മീയത. ആത്മീയ പാതയിൽ ചൂടുറപ്പിച്ചുകൊണ്ട് ജീവിതം അനുനിമിഷം ആനന്ദമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നവർ സന്തോഷത്തോടെ ഈ ഭൂമിയിലെ ജീവിതചക്രം പൂർത്തിയാക്കി ഓർമ്മകളിൽ നിലനിൽക്കും. അതിനാവശ്യമായ 4 കാര്യം. 1. ആത്മവിശ്വാസം. നിഷേധാത്മകമായ ചിന്തകളെയും സംശയങ്ങളെയും പൂർണ്ണമായി ഉപേക്ഷിച്ച് നന്മയിൽ വിശ്വസിച്ച് ജീവിക്കുക. എന്തും നേടിയെടുക്കാൻ കഴിയും എന്ന ബോധ്യവും ചിട്ടയായ പ്രവർത്തനവും ദൈവാശ്രയ ബോധവും ആത്മവിശ്വാസത്തിന് തീവ്രത നൽകും. കൂടാതെ സൗഹൃദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ. 2. കുറ്റപ്പെടുത്തൽ ഉപേക്ഷിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും സ്വയം ഇകഴ്ത്തിക്കെട്ടുന്നതും ഉള്ളിലെ നന്മയുടെ വെട്ടം കിട്ടും. എല്ലാവരും കുറവുള്ളവരാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് കുറ്റപ്പെടുത്തൽ ഉപേക്ഷിക്കാനാവും. 3. ആത്മാർത്ഥതയുള്ളവരായിരിക്കും. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ആത്മാർത്ഥത നിറഞ്ഞതായിരിക്കട്ടെ. ഓരോ പ്രവൃത്തിയും തികഞ്ഞ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാണ് ആത്മീയത. 4. ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കും. ആത്മീയത എന്നാൽ സർവം വെടിഞ്ഞ് ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. ഒരുവൻ തന്റെ ആത്മാവിനെ തൊട്ടെറിഞ്ഞ് ആത്മീയതയുടെ ഇടനാഴിയിൽ കണ്ടുമുട്ടുന്നവർക്ക് ദൈവസ്നേഹം പകർന്നു നൽകി ജീവിതം സ്വർഗോന്മുഖമാക്കുവാൻ കഴിയുന്ന ചവിട്ടടിയാണ് ആത്മീയത.